ഹലോ ഗായ്സ്, വെൽക്കം ടു സ്കോളർഷിപ്പ് അസ്ല. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 60,000 SC/ST OBC സ്കോളർഷിപ്പ് സ്കീമാണ്. 2025 ആ സ്കോളർഷിപ്പിന്റെ ടൈം ആയിട്ടുണ്ട്. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞത് കുട്ടി SCയോ STയോ അല്ലെങ്കിൽ OBCയോ കാറ്റഗറിയിലുള്ള ആളായിരിക്കണം. എന്നുവെച്ചാൽ കുട്ടി ഒന്നെങ്കിൽ SC ആവണം, അല്ലെങ്കിൽ ST ആവണം, അല്ലെങ്കിൽ OBC ആവണം. പിന്നെ വാർഷിക വരുമാനം 2.5 ലാഖിൽ കുറവായിരിക്കണം. ഫാമിലിയുടെ ഒരു വർഷത്തെ ഫുൾ ഇൻകം നോക്കുകയാണെങ്കിൽ 2.5 ലാഖിനേക്കാളും കുറഞ്ഞതായിരിക്കണം. പോരാത്തതിന് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ പോസ്റ്റ് മെട്രിക് ലെവൽ എന്ന് വെച്ചാൽ ക്ലാസ് 11 തൊട്ട് +1 തൊട്ടുള്ള ക്ലാസ്സുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയായിരിക്കണം. ഷുഡ് ഹാവ് ക്ലിയർഡ് ദ പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അതിന്റെ തൊട്ട് മുമ്പത്തെ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇപ്പോൾ +1 ആണെന്നുണ്ടെങ്കിൽ SSLC പാസ് ആയിരിക്കണം, +2 ആണെന്നുണ്ടെങ്കിൽ +1 പാസ് ആയിരിക്കണം, ഡിഗ്രി ആണെങ്കിൽ +2 പാസ് ആയിരിക്കണം. അങ്ങനെ തൊട്ട് മുമ്പത്തെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായ സ്റ്റുഡൻ്റ് ആയിരിക്കണം. പിന്നെ ഈ സ്കോളർഷിപ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിച്ചാൽ ട്യൂഷൻ ഫീസും അക്കാഡമിക് ചാർജസ് ഒക്കെ ഈ സ്കോളർഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മെയിൻ്റനൻസ് അലവൻസും തരും. ബുക്ക് ഗ്രാൻസ് എന്ന് വെച്ചാൽ ബുക്കുകൾ വാങ്ങിക്കുന്നതിനുള്ള പൈസ അവർ തരും. പിന്നെ സ്റ്റേഷനറി എക്വിപ്മെന്റ് കോസ്റ്റ് പറഞ്ഞാണ്ട് നമ്മുടെ പെന്ന്, പെൻസില്, അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ള പൈസയും തരും. പിന്നെ ലിവിങ് ആൻഡ് ഹോസ്റ്റൽ ചാർജസ് ഇഫ് അപ്ലിക്കബിൾ. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ചാർജും ഈ സ്കോളർഷിപ്പിൽ പെടും. ഇനി പറയുന്നത് ഈ സ്കോളർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇറ്റ് ഇൻക്രീസിംഗ് ദ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അമംഗ് ദ റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസ്. എന്നുവെച്ചാൽ SC, ST, OBC പോലുള്ള കാറ്റഗറിയിലുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ അവരിത് പ്രോത്സാഹിപ്പിക്കും. റെഡ്യൂസിംഗ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ലോ ഇൻകം ഫാമിലീസ്. ലോ ഇൻകം ഫാമിലീസ് എന്ന് വെച്ചാൽ വരുമാനം കുറവുള്ള ഫാമിലിയിലെ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊമോട്ടിംഗ് ഹയർ എഡ്യൂക്കേഷൻ അമംഗ് അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസ്. OBC, SC പോലുള്ള അണ്ടർ പ്രിവിലേജ് കമ്മ്യൂണിറ്റിയിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഉന്നത പഠനം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് ഗേൾസ് ഫ്രം റിസർവ്ഡ് കാറ്റഗറീസ് ത്രൂ അഡീഷണൽ ബെനിഫിറ്റ്സ്. റിസർവ്ഡ് കാറ്റഗറീസിലുള്ള ഗേൾസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് പറയുന്നത് 60,000 പ്ലസ് ഹോസ്റ്റൽ അലവൻസ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേഷനറി എക്വിപ്മെന്റ് കോസ്റ്റ്, ബുക്ക് ഗ്രാൻഡ് ഇതൊക്കെ കിട്ടും. പിന്നെ പറയാനുള്ളത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, മാർക്ക് ഷീറ്റ് ഓഫ് പ്രീവിയസ് അക്കാഡമിക് ഇയർ വേണം. എന്ന് വെച്ചാൽ +1 SSLCയുടെ മാർക്ക് ഷീറ്റ് വേണം. പിന്നെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അതിന്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ ആധാർ കാർഡ് വേണം. ഇങ്ങനെ 5 ഡോക്യുമെന്റ്സ് ആണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ താങ്ക് യു.